ഡിയർ സ്റ്റുഡൻസ്, ഇംപ്രൂവ്മെൻറ്റ് 2013 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ സി പാർട്ടിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻസ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഒരു കാപ്പിലറി ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് ഞാൻ ലിക്വിഡിൽ ഡിപ്പ് ചെയ്തപ്പോൾ ട്യൂബിൻ്റെ എച്ച് ഹൈറ്റ് വരെ വെള്ളം റൈസ് ചെയ്തു. ഈ എച്ചിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാലോ. എച്ച് ഇസിക്കൽ ടു 2x cos theta ഡിവൈഡഡ് ബൈ എ റോ ജി. ഇതിനെയാണ് നമ്മൾ അസെൻറ്റ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ട്യൂബിൻ്റെ എത്ര ഉയരം വരെ ലിക്വിഡ് റൈസ് ചെയ്യും എന്ന് ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ കാപ്പിലറി ട്യൂബിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഈ എ എന്നൊരു പോർഷൻ കണ്ട അവിടെ വെച്ച് ട്യൂബിനെ കട്ട് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇതേ ട്യൂബിനെ ഞാൻ ലിക്വിഡിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഈ ട്യൂബിലൂടെ ലിക്വിഡ് റൈസ് ചെയ്യും. ഇങ്ങനെ റൈസ് ചെയ്യുന്ന ലിക്വിഡ് ഓവർഫ്ലോ ചെയ്യുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചൊന്ന് പറയാമോ? ഒന്ന് നമുക്കറിയാം, 10 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബക്കറ്റ് ഉണ്ട്. അതിലേക്ക് 20 ലിറ്റർ വെള്ളം ഒഴിക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 10 ലിറ്റർ നിറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എക്സ്ട്രാ 10 ലിറ്റർ ഓവർഫ്ലോ ചെയ്തു പോകും. അതേപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. ആദ്യം ഈ ട്യൂബ് മുറിക്കുന്നതിന് മുമ്പ് ട്യൂബിൻ്റെ എച്ച് ഹൈറ്റ് വരെയാണ് വെള്ളം ഉയർന്നത്. അപ്പോൾ ഈ ട്യൂബ് ഇവിടെ വെച്ച് മുറിച്ചതിന് ശേഷം വീണ്ടും നമ്മളിത് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുവാണെങ്കിൽ ഈ ട്യൂബിലൂടെ വെള്ളം റൈസ് ചെയ്ത് പുറത്തേക്ക് പോകുമോ ഇല്ലയോ എന്നാണ് ചോദ്യം വന്നത്. എന്തായിരിക്കും ആൻസർ? എസ് എന്നായിരിക്കും പകുതി മുക്കാലും പേരും പറയുന്നത്. ബട്ട് ആൻസർ ഇസ് നോ. അതെങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ, നമ്മളിത് ഫൈനൽ ഇക്വേഷൻ അസെൻറ്റ് ഫോർമുലയുടെ ഈ ഇക്വേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാദ്യം നമുക്കൊന്ന് എഴുതാം. എച്ച് ഇസിക്കൽ ടു 2s ഡിവൈഡഡ് ബൈ r ഇൻറ്റു റോ ഇൻറ്റു ജി. ഇവിടെ എസ് എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷനാണ്. ആർ എന്ന് പറയുന്നത് ഈ ട്യൂബിനകത്തുള്ള മെനിസ്കസ് കണ്ടോ, ഈ മെനിസ്കസ് ഭാഗമായിട്ട് വരുന്ന സ്പിയറിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. റോ എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇനി ഞാൻ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുവാണ്. അതായത് ഈ ആറിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. So h into r is equal to 2s divided by rho into g. ഈ ഇക്വേഷന് റൈറ്റ് സൈഡ് നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 2 കോൺസ്റ്റന്റ് ആണ്. സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ മാറുന്നില്ല എങ്കിൽ ഒരു ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. റോ, ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇസ് അനദർ കോൺസ്റ്റന്റ്. ജി ഈസ് അനദർ കോൺസ്റ്റന്റ്. അതായത് ഈ ഇക്വേഷന് റൈറ്റ് സൈഡ് മൊത്തം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് h into r is equal to a constant. h into r is equal to a constant. അതായത് ഈ ഇക്വേഷന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ട്യൂബിന്റെ ഉയരം മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് ട്യൂബിലൂടെ റൈസ് ചെയ്യുന്ന ലിക്വിഡ് മെനിസ്കസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ മാറും, such that the product remains constant. അപ്പോൾ ഒരു ഇൻസഫിഷ്യൻറ്റ് ഹൈറ്റ് ഉള്ള കാപ്പിലറി ട്യൂബ് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുവാണെങ്കിൽ അതൊരിക്കലും ഓവർഫ്ലോ ചെയ്ത് പോകില്ല. അതൊരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഉയരും. അതിനുശേഷം അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുന്ന രീതിയിലായിരിക്കും വെള്ളം ട്യൂബിനകത്തൂടെ റൈസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ഡാഷ് എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് നമുക്ക് കിട്ടും. അപ്പോൾ ട്യൂബിൻ്റെ ഉയരം കുറയുമ്പോൾ ട്യൂബിനകത്തുള്ള ലിക്വിഡ് മെനിസ്കസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടും. പക്ഷെ വെള്ളം ഒരിക്കലും എന്ത് ചെയ്യില്ല? ഓവർഫ്ലോ ചെയ്ത് പോകില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത്. ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ എഴുതാവുന്നതാണ്.